to my YouTube channel. It's me Akita. ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ബെനിഫിഷ്യൽ ക്രീം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു 35+ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ക്രീമിന്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ക്രീമിൽ ഞാൻ യൂസ് ചെയ്യുന്ന മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, നമ്മുടെ മാതളനാരങ്ങ, അതായത് നമ്മുടെ അനാറ്, നമ്മുടെ പൊമഗ്രനേറ്റ് വെച്ചിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിച്ചാൽ കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ്. അതേപോലെ നമ്മളത് ഫേസിലൊരു ഫേസ് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രീമായിട്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര നല്ല ബെനിഫിറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഒരുപാട് ക്രീംസിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അനാർ എന്ന് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് എമൗണ്ടിൽ നമുക്ക് അനാറിൻ്റെ ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് മതി നമുക്ക് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ക്രീം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ പൊമഗ്രനേറ്റ്, അതായത് നമ്മുടെ അനാറിൻ്റെ സ്കിൻ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. ഞാനത് പറയാത്തതിൻ്റെ കാരണം നമ്മുടെ വീഡിയോ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി പോകും, ലാഗ് ആയി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മാജിക്കൽ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അനാറാണ് കേട്ടോ. അപ്പം നമ്മുടെ മാതള നാരങ്ങ നന്നായിട്ട് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നീര് മാത്രം, വെള്ളം ചേർക്കാതെ ഉണ്ട് ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന റോസ് വാട്ടറാണ് കേട്ടോ. ഇതിനെ ഒന്നും കൂടി എനിക്ക് ലൂസാക്കി എടുക്കണം, എനിക്കിത് കുക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പം റോസ് വാട്ടർ ഈ ഒരു സ്പൂണിന് 3 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ട് കുറുക്കി എടുക്കുന്നതുകൊണ്ടാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നത്. അതും ഈ ഒരു സ്പൂണിന് ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ട് കട്ടകളൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങളിത് ചെയ്യാവുള്ളൂ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈവിടാതെ. അപ്പം നമ്മൾ ആ കുറുക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം, നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. ആ മാതള നാരങ്ങ അരിച്ച ആ മിക്സ് മാത്രമാണെങ്കിൽ ഇത്രയും നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടറും കൂടെ ചേർത്തത് കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറുകി പോകും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ക്രീം ബേസ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്രീം ബേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലും എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, കളർ ഫ്രീ ആയിരിക്കണം, ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺസൺസ് ബേബിയുടെ സ്കിൻ കെയർ ഓയിലാണ്. ഇത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് മുഖത്ത് കുരു വരുന്നവരൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഇത് നമുക്കൊരു ഹൈഡ്രേഷൻ, നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ കൊടുക്കും. നമ്മളൊരു ക്രീം പ്രിപ്പയർ ചെയ്യുന്നതാണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. നമുക്ക് മുഖക്കുരുവൊക്കെ വരുന്നവർക്ക് എല്ലാ പാക്കിലും നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ. ഇനിയിപ്പോൾ നമുക്കിത് നല്ലൊരു ക്രീമി ബേസിലേക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അലോവേറ ജെല്ല് ഞാൻ ഈ സ്പൂണിൽ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളൊന്നുമില്ല, നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം അത്യാവശ്യം കുറുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താലേ അതൊരു ക്രീം ബേസിലേക്ക് മാറുള്ളൂ. ഇനി ആ സ്പൂണിൽ തന്നെ ഞാൻ ഒരു സ്പൂണ് ജോൺസൺ ബേബിയുടെ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചില്ല കേട്ടോ, എഡിറ്റ് ചെയ്തപ്പോൾ അത് പോയതാണ്. അതുപോലെ ടീ ട്രീയുടെ 2 ഡ്രോപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു ക്രീമി കൺസിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഓവർനൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്ലാസ് ജാറിൽ വെക്കണം കേട്ടോ. അത്യാവശ്യം ഒരു 7 ദിവസത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കായിട്ട് യൂസ് ചെയ്താലും ഭയങ്കര നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാനത് മറ്റൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ നല്ല ഹൈഡ്രേഷനാണ്. നമ്മൾ ജോൺസൺ ബേബിയുടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിലും ജോൺസൺ ബേബിയുടെ ഓയിൽ എനിക്ക് അങ്ങനെ ഒരു കുരു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നല്ല ഹൈഡ്രേഷൻ, നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ. നമ്മുടെ ചർമ്മം നല്ലൊരു യൗവനം ആവാനായിട്ടൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സ്കിൻ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്രീമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.